ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു കുക്കർ മത്തി കണ്ടു. അപ്പം മത്തി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെന്ന നിലയിൽ ഇത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അങ്ങനെ ട്രൈ ചെയ്ത ഒരു റെസിപ്പിയാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി കുറച്ച് ഇഞ്ചി, അതുകൂട്ട് തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വെള്ളം, ഇനി നമ്മുടെ വലിയ ജീരകം, അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വരഞ്ഞു വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് നമുക്ക് പുരട്ടി കൊടുക്കാം. നമുക്കിന്ന് നല്ല വലിയ മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ കുക്കർ വെക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മത്തികൾ ഓരോന്നായിട്ട് അടുക്കി കൊടുക്കുക. നമുക്ക് ആകെ നമ്മൾ 5 മത്തി എടുത്തിട്ടുള്ളായിരുന്നു. അത് നമുക്ക് ഇതിൽ ഇങ്ങനെ അടുക്കി വെക്കാൻ തികയുമായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പേ അരച്ചു വെച്ച അരപ്പിൻ്റെ ജാർ കഴുകി അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വിസിൽ കേട്ട് എടുക്കണം. ഒരു വിസിൽ കേട്ട് ആവിയൊക്കെ പോയിട്ട് നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇപ്പം വേണ്ട നമ്മുടെ മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ റെസിപ്പി നമുക്ക് കുക്കറിലല്ലെങ്കിലും അമ്മ പണ്ട് കപ്പയുടെ കൂടെ ഉണ്ടാക്കി തരുമായിരുന്നു. നല്ല രുചിയാണ്. ആ സെയിം ടേസ്റ്റ് തന്നെയാണ് എനിക്കിത് തോന്നിയത്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.